നമ്മളോടൊപ്പം കുമ്മനം രാജശേഖരൻ ചേരുന്നുണ്ട്. നമസ്തേ കുമ്മനം രാജശേഖരൻ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു നിർണായക തീരുമാനമെടുത്തിരിക്കുന്നു. 12 മണിവരെ, രാത്രി 12 മണിവരെ ബാറുകൾ തുറന്ന് പ്രവർത്തിക്കും. അതായത് ഈ ഫയൽ 2 ദിവസം കൊണ്ടാണ് അപ്രൂവ് ചെയ്തത്. നമുക്കറിയാം, സാധാരണക്കാരുടെ ആവശ്യങ്ങൾ ഇപ്പോഴും ആ ചുവന്ന നാടയ്ക്കുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് സർക്കാർ മുതിരുന്നത്. ഖജനാവ് നിറയ്ക്കാൻ മാത്രമാണോ സർക്കാരിന്റെ ലക്ഷ്യം? അതെ, ഇവിടുത്തെ പാവങ്ങളെല്ലാം അല്പം തുകയെങ്കിലും തങ്ങളുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായിട്ട് നീട്ടിക്കിട്ടണം, കൂടുതൽ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് നാട് മുഴുവൻ വലിയ പ്രക്ഷോഭത്തിലും മുറവിളിയിലുമാണ് കഴിയുന്നത്. അപ്പോഴാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുമ്പ് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിരവധി നിക്ഷിപ്ത താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ ഇപ്പോൾ ഈ ബാറിന്റെ സമയമൊക്കെ നീട്ടുന്നു. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബാർ ഉടമകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സംഭാവന കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതിലൊന്നും ഒരു പൊതുജന താല്പര്യ സംരക്ഷണം അല്ല. മറ്റേ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ വളരെ വ്യക്തമായിട്ട് ഇടതുപക്ഷ മുന്നണി പറഞ്ഞിരുന്നത് മദ്യവർജനം ഘട്ടം ഘട്ടങ്ങളായിട്ട് നടപ്പിലാക്കുമെന്നാണ്. ഓരോ വർഷം കഴിയും തോറും മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കും, വിൽപ്പന കുറയ്ക്കും, വിതരണം കുറയ്ക്കും. ഇതൊക്കെയായിരുന്നു നൽകിയിരുന്ന വാഗ്ദാനം. ഇപ്പൊ അധികാരം കിട്ടി 10 വർഷമായപ്പം നാട് മുഴുവൻ മദ്യശാലകളായി. എവിടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ ഈ യുവസമൂഹം അമർന്നിരിക്കുന്നു എന്ന വേദനാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഒരിടത്ത് മദ്യവർജനത്തെക്കുറിച്ച്, ലഹരിക്കെതിരായിട്ട്, മയക്കുമരുന്നെതിരായിട്ട് പ്രസംഗിക്കും. അടുത്ത ദിവസം പോയി മദ്യനിർമ്മാണശാലയ്ക്ക് തറക്കല്ലിടും. ഒരേ മന്ത്രിയാണ് ഇത് രണ്ടും ചെയ്യും. ഒരേ മന്ത്രി ഇതെല്ലാം പ്രസംഗിക്കും. ഒരു സ്റ്റേജിൽ ഇത് പ്രസംഗിക്കും, അടുത്ത സ്റ്റേജിൽ പോയി വേറൊന്ന് പ്രസംഗിക്കും. അപ്പോൾ ഒരു കാര്യത്തിൽ ഒരു നയവുമില്ല, സമീപനമില്ല. തത്വാധിഷ്ഠിതമായ, മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയമല്ല ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെന്നുള്ളത് വളരെ വ്യക്തമാണ്. സത്യസന്ധതയില്ല, ആത്മാർത്ഥതയില്ല, നാടിനോടും കൂറില്ല, ജനങ്ങളോട് വിധേയത്വമില്ല. പണം ഉണ്ടാക്കണം, അഴിമതി. അത് ശബരിമല അയ്യപ്പന്റെ അടുക്കലാണെങ്കിൽ പോലും തട്ടിപ്പും വെട്ടിപ്പും അഴിമതി നടത്തുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പൊ 10 വർഷം കൊണ്ട് വാരിയെടുക്കാവുന്നത് മുഴുവൻ വാരിയെടുത്തിട്ട് അടുത്ത 1.5 മാസം തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ലക്ഷ്യം.